ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഗണ്ണുകൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് റെയർ ആയാലോ? അപ്പോൾ നമുക്ക് ഇപ്പോഴേ നോക്കാം ഏതൊക്കെ ഗണ്ണും സ്കിന്നുമാണ് റെയർ ആകാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സ്കിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടൈറ്റൻ സ്കാറിൻ്റെ ഈ കാണുന്ന പണ്ടത്തെ ഇൻക്യുബേറ്ററിലെ ലാസ്റ്റ് കിടന്ന സ്കിന്നാണ് കേട്ടോ ഇത്. കാരണം ടൈറ്റൻ സ്കാറൊക്കെ ടോപ്പിൽ കിടന്ന സ്കിന്നായതുകൊണ്ട് മിക്കവാറും റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ലീക്കായ 2 സ്കിന്നും ഇതുവരെ അധികം റിട്ടേൺ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചിലപ്പോൾ ഇത് റെയർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ രണ്ടാമത്തെ സ്കിന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പും കൂടി ചെയ്യണേ. അത് ഞങ്ങളുടെ ചാനലിന് ഒരു ചെറിയ സപ്പോർട്ട് കൂടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഗൺ സ്കിൻ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തത് ഈ ഗ്രോസയുടെ കസ്റ്റം സ്കിന്നാണ്. ഇതും റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ ടോപ്പ് സ്കിന്നൊക്കെ ഓൾമോസ്റ്റ് റിട്ടേൺ വന്നതാണ്. പക്ഷേ ഈ സ്കിന്ന് നമ്മൾക്ക് ഗ്രോസയുടെ സ്കിന്നായിട്ട് അധികം റിട്ടേൺ വന്നിട്ടില്ല. കാരണം ഇത് മിക്കവാറും ഭാവിയിൽ, അതായത് ഇപ്പോൾ ബണ്ണി സ്കിന്നൊക്കെ റിട്ടേൺ വന്നതുകൊണ്ട് അന്ന് ബണ്ണി സ്കിന്നൊക്കെ റെയർ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബണ്ണി സ്കിന്നും ടൈറ്റൻ സ്കാറും ഒക്കെ പോലെ വൈകാതെ റെയർ ആകാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു ഗൺ സ്കിന്നാണ് ഈ ഗ്രോസയുടെ സ്കിന്ന്. അപ്പോൾ ഈ സ്കിന്ന് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മൂന്നാമത്തെ സ്കിന്ന് കാണാം. അപ്പോൾ മൂന്നാമത്തേത് ഈ XM8ൻ്റെ ചിക്കി സ്കിന്നാണ്. ഇത് വന്നിട്ട് 1 വർഷത്തോളം ആയെങ്കിലും ഇതുവരെയും ഇത് റിട്ടേൺ വന്നിട്ടില്ല. കാരണം ഇതൊരു കോസ്മിക് ഇവൻറ്റിലൂടെ വന്നതുകൊണ്ട് അധികം റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കോസ്മിക് ഇവൻറ്റിൽ വന്ന ഇവൻറ്റ്സും ഗൺ സ്കിന്നും ഒക്കെ ഒന്നും റിട്ടേൺ വരാറില്ല. പിന്നെ അത് ഭയങ്കരമായിട്ട് അത് ബണ്ണി സ്കിന്നും അതുപോലെ തന്നെ ഒരു കോസ്മിക് ഇവൻറ്റിലൂടെയാണ് ബണ്ണി സ്കിന്നും ബണ്ണി ബണ്ടിലും ഒക്കെ റിട്ടേൺ ഫസ്റ്റ് വന്നേച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചിക്കിയുടെ XM8ൻ്റെ സ്കിന്നും. ഇനി ഭാവിയിൽ ചിലപ്പോൾ റെയർ ആകാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു സ്കിന്നും കൂടിയാണ് XM8ൻ്റെ സ്കിന്ന്. അപ്പോൾ ഈ സ്കിന്നും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നാലാമത്തെ സ്കിന്നും XM8ൻ്റെ ഒരു സ്കിൻ തന്നെയാണ്. ഇതും അധികം റിട്ടേൺ വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പ് സ്കിന്നൊക്കെ റിട്ടേൺ വന്നെങ്കിലും ഇതിൻ്റെ സ്കിൻ അധികം റിട്ടേൺ വന്നിട്ടില്ല. കാരണം ഇത് പണ്ടത്തെ ഇൻക്യുബേറ്ററിലെ ലാസ്റ്റ് കിടന്ന സ്കിന്നായതുകൊണ്ട് അധികം റിട്ടേൺ വരാനും ആൾക്കാർ എടുക്കാനും പോകുന്നില്ല. കാരണം അത് അങ്ങനത്തെ ഒരു സ്കിന്നാണ്. പക്ഷേ ഇതും നല്ലൊരു സ്കിന്ന് തന്നെയാണ്. പക്ഷേ ഇത് റെയർ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് റിട്ടേൺ വന്നിട്ടും അധികം പേര് ഇത് എടുത്തിട്ടില്ല. ഇതിൻ്റെ ടോപ്പ് സ്കിൻ എല്ലാവരും എടുത്തത്, ഡയമണ്ട് പൊട്ടിച്ച് എല്ലാവരും ടോപ്പ് സ്കിൻ എടുത്തതുകൊണ്ട് ഇതും റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് റെയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്കിന്നും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത സ്കിൻ കാണാം. നറൂട്ടോയുടെ കൊളാബറേഷനിൽ വന്ന ഒരു സ്കിന്നാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. MP40യുടെ ഓവർ പവർ എബിലിറ്റിയും കാര്യങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. പിന്നെ ഇതും റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതൊരു കോസ്മിക് ഇവൻറ്റിലൂടെ വന്നൊരു സ്കിന്നാണ്. നറൂട്ടോ എന്ന് പറഞ്ഞൊരു ആനിമയുടെ കൊളാബറേഷനിൽ വന്നൊരു സ്കിന്നും കൂടിയാണിത്. ഇത് റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നറൂട്ടോ എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യം റിട്ടേൺ വന്നിട്ടുള്ളൂ. അത് റിട്ടേൺ ഇനി ഒരിക്കലും വരില്ലെന്നാണ് ഗരീനയുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് ഉണ്ടായത്. അപ്പോൾ ഇത് മിക്കവാറും തന്നെ അധികം നല്ലോണം ഡയമണ്ട് പൊട്ടിച്ച് ഇവൻ്റ് ആയതുകൊണ്ട് മിക്കവാറും ഇത് റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് പണ്ട് 2-3 വർഷം കഴിയുമ്പോൾ ഈ പ്ലെയേഴ്സ് കൂടി വരുന്നത് കാരണം ഇനിയും ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും ഇത് റെയർ ആവാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്ന ഒരു അടിപൊളി സ്കിന്നാണ് MP40യുടെ ഉച്ചിഹ സ്കിന്ന്. അപ്പോൾ ഈ സ്കിന്ന് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത സ്കിൻ കാണാം. ഓക്കെ, അടുത്തതായിട്ട് ഈ P90യുടെ ഈ സ്കിന്നാണ്. കാരണം ഇത് അധികം റിട്ടേൺ വന്നിട്ടില്ല. ഇത് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് അന്നത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോപ്പ് സ്കിൻ റിട്ടേൺ വന്നിട്ടുണ്ടായി. അന്നത്തെ ഇൻക്യുബേറ്ററിൻ്റെ പണ്ടത്തെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ സ്കിന്നാണ്. നിങ്ങളുടെ ഓൾഡിലോട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും, പണ്ടത്തെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഇതും അധികം റിട്ടേൺ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ പിന്നെ പണ്ടത്തെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് മിക്കവാറും ഉണ്ടാവും. പണ്ട് ഇൻക്യുബേറ്റർ ലാസ്റ്റ് ഇറങ്ങിയ സ്കിന്നും കൂടിയാണിത്. അപ്പോൾ ഇനി റിട്ടേൺ വന്നെങ്കിൽ തന്നെ ഇത് എടുക്കാൻ പോകണ്ട. കാരണം ഇത് ഇത്തിരി ചെറിയൊരു പൊട്ട സ്കിന്നാണെങ്കിൽ പറയാം. പക്ഷേ ഈ സ്കിന്ന് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് വെച്ചോ, ഉറപ്പായിട്ടും 100% ഉറപ്പാണ് ഇത് റെയർ ആവും. ഇത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടുകയും ചെയ്യും ഈ സ്കിന്ന്. അപ്പോൾ അടുത്ത സ്കിൻ കാണാം. അടുത്തതായിട്ട് ഗൺ സ്കിൻ അല്ല, അടുത്തതായി ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഇതും ഭയങ്കരമായിട്ട് റെയർ ആവാൻ പോകുന്ന സ്കിന്നും കൂടിയാണ്. കാരണം ഇതൊരു ലംബർഗിനിയുടെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഒരു വണ്ടിച്ചാമരം മേടിച്ചവർക്ക് മിക്കവാറും ഇത് അറിയാൻ പറ്റും. അന്ന് ഈ ലംബർഗിനിയുടെ കോസ്മിക് ഇവൻറ്റിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സ്കിന്നാണിത്. ഇതുവരെയും റിട്ടേൺ വന്നിട്ടില്ല. അപ്പോൾ എടുത്തവർക്കാണെങ്കിൽ ഭയങ്കര ലക്കാണ്. കാരണം ഇനിയും കൂടുതൽ പ്ലേയേഴ്സ് വരുമ്പോൾ ഇത് അറിയാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഗൺ സ്കിന്നിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗൺ സ്കിന്ന്, M4A1ൻ്റെ നറൂട്ടോയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വന്ന കൊളാബറേഷൻ സ്കിന്ന്. ഇത് ഇതുവരെ റിട്ടേൺ വന്നിട്ടില്ല. അപ്പോൾ കുറിച്ച് വെച്ചോ, ഈ 2 നറൂട്ടോ ചാപ്റ്ററിലെ സ്കിന്നും ഇനി റിട്ടേൺ വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തില്ല, എന്തോ ഇത് വെച്ച് ഞാൻ എടുത്തില്ല. ഡയമണ്ട് ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാൻ പോയപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗൺ സ്കിൻ മിസ്സായി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കെ, ടാറ്റ, ലവ് യു ഓൾ, ടാറ്റ.